السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تخونوا الله والرسول ولا تخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: إن في الجمعة لساعة لا يوافقها عبد مسلم يسأل الله فيها خيرا إلا أعطاه إياه. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ. ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം പിടിച്ചതത്ഭുതമല്ലേ. വളരെ സർവാദരണീയരായ ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടന ഭാഷണം സാരസമ്പൂർണമായി അർത്ഥവത്തായി നിർവഹിച്ച അഭിവന്യരായ സുഹൃത്തും സഹപ്രവർത്തകരുമായ നൗഷാദ് റഹ്മാനി ഉസ്താദ് അവറുകൾ, ഈ വേദിയിൽ സ്വാഗത ഭാഷണം നിർവഹിച്ച ഈ സംഗമത്തിന്റെ ഈ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ മുഖ്യ കാര്യദർശി ബഹുമാനപ്പെട്ട സാജിദ് ക, ബഹുമാനപ്പെട്ട ഇവിടെ അധ്യക്ഷ ഭാഷണം നിർവഹിച്ച കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി മാസ്റ്റർ, ഈ മഹല്ല് കമ്മിറ്റിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വന്യരായ വാഹിദ് ഹാജി, വേദിയിലുള്ള അഷ്റഫ് ഉസ്താദ്, മായിൽ ഉസ്താദ് അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർ, ഉമ്മ പങ്ങന്മാർ, ജ്യേഷ്ഠ അനുജ സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഇനിയുള്ള കാലം അവന്റെ ത്വാഅത്തിൽ അവന്റെ തൃപ്തിയിൽ ജീവിക്കാനും മരണം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ നിലക്ക് മുത്തഖീങ്ങളുടെ അർവാഹുകൾ പിടിച്ചതുപോലെ കലിമ ഉച്ചരിച്ച് മരിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായി പ്രസംഗിക്കാനോ പ്രഭാഷണത്തിനോ മുതിരുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അതിലേറെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചുമണ്ട് തുറന്നങ്ങ് പറയാനുണ്ട്. നമ്മളെ നാട്ടുകാർ തന്നെയാണല്ലോ, വല്ലാതെ ചുമക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ അധികം കൂടുതൽ പ്രസംഗിക്കുന്നില്ല. വളരെ പവിത്രമായ ഒരു മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആകാശത്ത് നന്മയുടെ പൂനില ഉദിച്ചിരിക്കുകയും ഭൂമിയിൽ ആ നന്മയുടെ വസന്തങ്ങളുടെ ഋതുക്കൾ പൊഴിക്കുകയും ചെയ്യുന്ന പരിശുദ്ധമായ റമദാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ. റമദാന്റെ വരവറിയിക്കാൻ മുമ്പേ ശഅബാൻ നമ്മളിലേക്ക് എത്തുകയും അതങ്ങനെ നിമിഷാർദ്ധങ്ങൾ കടന്നു പോകുന്നത് പോലെ വളരെ പെട്ടെന്ന് പവിത്രമായ അതിന്റെ ദിനരാത്രങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ്. ഇന്നലെ അഭിമന്യരായ അബ്ദുൽ ബാരി ഉസ്താദും ഇന്നലത്തെ പ്രഭാഷകൻ മൊയ്തീൻകുട്ടി ബാക്കവി ചുഴലി ഉസ്താദ് അവറുകളും എല്ലാം ഉണർത്തിയിരുന്ന ചില വിഷയങ്ങൾ, അത്രമേൽ പവിത്രമായ ചില ദിനരാത്രങ്ങൾ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിക്ക്, ഇന്നത്തെ ഈ രാവിലെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ സന്ദർഭത്തിന്, ഈ സമയത്തിന് അതീവ പ്രാധാന്യമുള്ള ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നിങ്ങൾക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ചയുടെ രാവ്. വെള്ളിയാഴ്ചയുടെ രാവ്, ആ രാവിൽ ഏറ്റവും മനോഹരമായ ഒരു ഇൽമിന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ മരിക്കുകയാണ് എന്ന വഹി അറിയിക്കുകയാണ്. നബിയുടെ സദസ്സിലുള്ള ഒരാളെ കുറിച്ച് ജിബ്രീൽ വന്ന് പറയാൻ, അയാൾക്ക് 1 മണിക്കൂർ കൂടിയേ ഉള്ളൂ, അയാൾ മരിക്കാൻ പോകും. അപ്പൊ അയാൾ നബിയോട് വന്ന് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? അത്രേ ഉള്ളൂ, ഇനി 1 മണിക്കൂറേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യണം? കുറെ അങ്ങ് നിസ്കരിക്കുകയാണോ വേണ്ടത്? അതല്ല ഞാൻ എന്തെങ്കിലും അങ്ങനെ സ്വതക്ക ചെയ്ത് തീർക്കുകയാണോ വേണ്ടത്? എല്ലാം ചോദിച്ച ആ ഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, നീ പോയി പഠിക്ക. ഇനി എന്ത് പഠിക്കാൻ? നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരായി മാറും. ഇനി 1 മണിക്കൂർ കൊണ്ട് എന്താണ് പഠിക്കേണ്ടത്? ഇനി എന്തിന് അത്തരം ഒരു പഠനത്തിന്റെ ഇൽമിന്റെ മജ്ലിസിലിരിക്കണം? അപ്പൊ അത്രമേൽ പ്രാധാന്യം ഇൽമിന്റെ മജ്ലിസിനുണ്ട് എന്ന് അഷ്റഫുൽ ഹൽഖ് പഠിപ്പിച്ച ഒരു സദസ്സിലാണ് നമ്മൾ. അതും ഈ വെള്ളിയാഴ്ചയുടെ രാവിലെ. മഹാനായ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ബലഗനാ അന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ. 5 രാത്രികളിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് എനിക്കറിയാം സഹാബത്തെ. ഷാഫിഈ ഇമാം അവിടുത്തെ അനുചരന്മാരോട് പറഞ്ഞു, 5 രാത്രികൾ അതീവ പ്രാധാന്യമുള്ളതാണ്. ആ രാത്രികളെ തരംതിരിച്ചപ്പോ പോലും അതിൽ ഒന്നാമത് എണ്ണിയ രാത്രിയാണ് വെള്ളിയാഴ്ചയുടെ രാവ്. പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്ന 5 രാവുകൾ. ഒന്ന് വെള്ളിയാഴ്ചയുടെ രാവാണ്, മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാവാണ്, വലിയ പെരുന്നാളിന്റെ രാവാണ്. പെരുന്നാളിന്റെ രാവുണ്ടോ ആരെങ്കിലും വെറുതെ ആ ദിവസം നമുക്ക് എന്തെല്ലാം തിരക്കുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും അശ്രദ്ധമായി കളയുന്ന പ്രാധാന്യമുള്ള രാവുകൾ. മറ്റൊന്ന് റജബിന്റെ ആദ്യ രാവാണ്, ശഅബാൻ പകുതിയുടെ രാവാണ്. ഈ 5 രാവുകളും പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലാണ് നമ്മൾ ഉള്ളത്. മാത്രമല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ രാവിൽ ഇന്ന ഫിൽ ജുമുഅത്തി ലസഅ, ആ രാവിൽ ഒരു സമയമുണ്ട് സുഹാബ, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഖൈറാ ഇല്ലാ അഅതാഹു ഇയ്യാ. ആ രാവിൽ ഒരു അടിമ അല്ലാഹുവിനോട് ചോദിച്ചാൽ, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു സമയം വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലോ വരാനുണ്ട് സുഹാബ. ആ
എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുന്ന ഒരു സമയം. പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായങ്ങൾ അതിലുണ്ട്. അത് ഏതാണ് സമയം എന്നതിൽ മാറി മാറി വരുന്ന സമയങ്ങളാണ്. അസ്റിന്റെ ശേഷമുള്ള സമയമാണ്, അതായത് വെള്ളിയാഴ്ച അസ്റിന് ശേഷമുള്ള സമയമാണ്. ഖതീബ് മിമ്പറിൽ ഇരിക്കുന്ന സമയം, രണ്ട് ഖുതുബകൾക്കിടയിൽ ഇരിക്കുന്ന വളരെ ചുരുങ്ങിയ സമയമാണ് എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഒരു സമയമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിന്റെ ഒരു രാവിലാണ് നമ്മളുള്ളത്. മുഅ്മിനീങ്ങളെ, ഞാൻ ഇവിടെ ഓതി വെച്ച ആയത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് അത് ചർച്ച ചെയ്തുകൊണ്ട് പിരിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്തതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനു അല്ലാഹ വറസൂൽ വലാ തഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സൂറത്തുൽ അൻഫാലിലെ 27-ാമത്തെ ആയത്ത്. ഓ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിക്കരുതേ. വലാ തഖൂനുല്ലാഹ വറസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചിച്ചു കളയരുതേ. വലാ തഖൂനു അമാനാതികും, നിങ്ങളുടെ അമാനത്ത് സ്വത്തുക്കളെ, നിങ്ങളോട് സൂക്ഷിക്കാൻ പറഞ്ഞ് അല്ലാഹു ഏൽപ്പിച്ച മുതലുകളെ നിങ്ങൾ വഞ്ചിച്ച് കളയരുതേ. നിങ്ങളോട് സൂക്ഷിക്കാൻ പറഞ്ഞ മുതൽ, സൂക്ഷിപ്പ് സ്വത്ത് ഒരാൾ ഏൽപ്പിച്ചാൽ അത് മടക്കി കൊടുക്കണം, അതാണ് അതിന്റെ കാര്യം. അതേപോലെ നിങ്ങൾക്ക് അല്ലാഹു അമാനത്തായി തന്ന ചില കാര്യങ്ങൾ, അതിനെ നിങ്ങൾ വഞ്ചിച്ച് കളയരുത്. അല്ലാഹുവിന്റെ അടുക്കൽ വഞ്ചിച്ച് കളയരുത്. എന്താണ് അമാനത്തുകൾ? അമാനത്തുകൾ എന്താണ്? തൊട്ട് ശേഷമുള്ള ആയത്ത് കൂടി കൂട്ടി നമ്മൾ വായിച്ചാൽ നമുക്കതിനുള്ള ഉത്തരം കിട്ടും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങൾ അറിയണേ, എന്റെ ഉമ്മമാർ, എന്റെ പെങ്ങന്മാർ, എന്റെ സഹോദരന്മാർ, സഹോദരിമാർ, വഅലമൂ, നിങ്ങൾ അറിയണേ, അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും, നിങ്ങളുടെ മുതലുകളും നിങ്ങളുടെ മക്കളുകളും നിങ്ങൾക്ക് ഫിത്നയായി, വലിയ അപകടമായി വന്നേക്കും കേട്ടോ. അപ്പൊ നിങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അമാനത്ത് സ്വത്താണ് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും. അത് വേണ്ട വിധം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അത് സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം. ഫിത്നയെന്ന് പറഞ്ഞാൽ വലിയ അപകടം. അതുകൊണ്ട് വലിയ പരീക്ഷണം ഉണ്ടാകുമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. മക്കളെ കൊണ്ടുള്ള പരീക്ഷണം, സമ്പത്ത് കൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും എന്നാണ്. ഇപ്പൊ നമ്മളെ സംഘാടകർക്ക് തന്നെ ചിലപ്പോ അങ്ങനെ ഒരു മാനസികമായ വിഷമം തോന്നുന്നു. നമ്മളെ പരിപാടികളൊക്കെ അത്രമേൽ ചെലവ് മുടക്കി ഇത്ര വലിയൊരു സ്റ്റേജും സെറ്റപ്പും എല്ലാം ആക്കിയിട്ടും വളരെ പവിത്രമായ രാത്രികളിൽ, ശഅബാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിട്ടും ആളുകൾ വരാതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില വിഷമങ്ങൾ, അത് നേരത്തെ മൊയ്തീൻ കുഞ്ഞിമാഷ് പറഞ്ഞതുപോലെ അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു പ്രതിഫലം കിട്ടാവുന്ന നന്മകളാണ്. ആ വിഷമം പോലും നന്മകളാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കണമല്ലോ, സംഭവിക്കൂലോ. അല്ലെങ്കിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് കളവ് പറഞ്ഞവനായി പോകില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങൾ പറഞ്ഞതാണ്. അവസാന കാലത്തെ ചില അടയാളങ്ങൾ പറയും. എന്റെ ഉമ്മത്ത് യഥാർത്ഥ മതത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ അവരിൽ 3 കാര്യങ്ങൾ വെളിവാകുമെന്നാണ്. ലാ തദാലു ഉമ്മത്തി അലാ ശരീഅത്തിൻ ഹസന മാ ലം തൽഹർ ഫീഹിം സലാത്ത്. 3 കാര്യങ്ങൾ അവർക്ക് വെളിവായി വരും. അത് വെളിവായാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, എന്റെ ഉമ്മത്ത് ശരീഅത്തുൻ ഹസനയിൽ നിന്ന് തെറ്റി തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥ മതത്തിൽ നിന്ന് അവർ മാറി തെന്നി സഞ്ചരിച്ചു വരുന്നു. അതിന്റെ ചില അടയാളങ്ങൾ അവരിൽ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 അടയാളങ്ങളെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. വലം യഖ്ബൽ മിൻഹുൽ ഇൽമു. ഒന്നാമത്തെ അടയാളം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, മാലം യഖ്ബൽ മിൻഹുൽ ഇൽമു. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ പിന്നോട്ട് വരും. ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് ആളുകൾ ഇല്ലാത്ത കാലം വരും. ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ആളുകൾ വരാത്ത ഒരു കാലം വരും. സുഹബ,
അങ്ങനെ ഒരു കാലം വന്നാൽ എന്റെ ഉമ്മത്ത് യഥാർത്ഥ ശരീഅത്തിനെ തൊട്ട് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ. അതാണ് ഒന്നാമത്തെ അടയാളം. ഇൽമ അങ്ങനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. ഇൽമിന്റെ മജ്‌ലിസുകളിലേക്കുള്ള ആളുകളുടെ ചലനം കുറയും. രണ്ടാമത്, ഞാൻ അത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഉണർത്തിയെന്ന് മാത്രം. രണ്ടാമത്തേത് വ്യഭിചാരികളായ മക്കൾ ധാരാളം വ്യഭിചാരികളായ കുട്ടികൾ അതുണ്ടാകും. നമ്മൾ ഇതൊക്കെ ഇന്നലെ ഹദീസ് നബിതങ്ങൾ പറഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഇന്നലെ പറഞ്ഞു പോയ പോലെ തോന്നുന്ന വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കാണും. മൂന്നാമത് നബിതങ്ങൾ പറഞ്ഞു പോയി സഹാബത്ത് ചോദിക്കുന്നു, എന്താ സക്കാറു? സക്കാറു എന്ന് പറഞ്ഞാൽ എന്താ നബിയെ? അവരുടെ ഇടയിലുള്ള സംഭാഷണങ്ങളിൽ ഏറ്റവും മോശമായ വർത്താനം കൊണ്ട് അവർ അഭിസംബോധന ചെയ്യും. അവർ കണ്ടുമുട്ടിയാൽ തന്നെ നമ്മളെ കുട്ടികളെ കാണില്ലേ, നമ്മളെ കുട്ടികൾ കണ്ടാൽ തന്നെ എന്താ വിളിക്കുന്നത്, എങ്ങനെ അവർ അഭിസംബോധന ചെയ്യും? അതെല്ലാം വർദ്ധിച്ചു വരും. ഇൽമിന്റെ മജ്‌ലിസിൽ ആള് കുറയും. വ്യഭിചാരികളായ മക്കൾ കൂടി വരുന്ന ഒരു കാലം വരുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്റെ സഹോദരന്മാർ, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, ഇത് രണ്ടും വലിയ അർത്ഥത്തിലുള്ള പരീക്ഷണമായി ഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുക. മക്കളെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാം, ഈ മക്കൾ എല്ലാ ലോകത്തേക്കുള്ള, ഇവിടെയും അവിടെയും ഉപകാരപ്പെടും, ഇല്ലെങ്കിൽ രണ്ട് ലോകത്തും പരാജയപ്പെടും. അതാണ് നബിതങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മരിച്ചാലും ബാക്കിയാണ്. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മരിച്ചാലും ബാക്കിയുള്ള കാര്യങ്ങൾ. ഇന്നലെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഉണർത്തി, ഞാൻ അതിലേക്ക് സുദീർഘമായി പ്രസംഗിക്കുകയല്ല. അതിലൊന്ന് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടാവും. ഉപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, മരിച്ച ഉപ്പയുടെ ഉമ്മയുടെ നനഞ്ഞ ഖബറിന്റെ അടുത്ത് പോയി നിന്ന്, പടച്ച റബ്ബേ, ഇതെന്റെ ഉപ്പയാണ്, അല്ലാഹുമ്മ ഗഫിർ ലി അബീ, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ പറ്റുന്ന മനസ്സുള്ള മകനുണ്ടാവും. മക്കള് ചാരിറ്റിയിലൊക്കെ ഉഷാറാണ്. എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മുമ്പിലുണ്ട്. നാട്ടിലെ ഏത് മതപരമായ അല്ലെങ്കിൽ ഏത് വിഷയങ്ങളുടെയും മുമ്പിലുണ്ട്. പക്ഷെ വാപ്പാക്ക് ദ്വേർക്കൂല, മരിച്ചവർക്ക് വേണ്ടി ദ്വേർക്കൂല. നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു. വലതും സ്വാലിഹുൻ അല്ലല്ലോ പറഞ്ഞു, സ്വാലിഹായ മോൻ ഉണ്ടാവുക എന്നല്ല പറഞ്ഞു. വലതും സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാവുക. ദുആ ചെയ്യാൻ ഒരു മനസ്സ് വേണം. ആ ഖബറിന്റെ അടുക്കൽ പോയി തൊടണം, ആ മണ്ണ് തൊടണം. ആ മണ്ണ് തൊടുമ്പോ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ നെഞ്ചു തൊടുന്ന, ഹൃദയം തൊടുന്ന വികാരത്തോടെ തൊടാൻ കഴിയുന്ന മകനുണ്ടാവുക എന്നത് നാളത്തേക്ക് ബാക്കിയുള്ള കർമ്മമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ മക്കൾ തന്നെ നാളെ നമുക്ക് എതിരായും വരും. ഇന്നിപ്പോ നമുക്കിങ്ങനെ തോന്നാണ്, എന്റെ കുട്ടി അവള് കുറച്ച് മോഡേൺ ആയാൽ എന്താ. ഇപ്പൊ ഇവിടെ ഇരുന്നപ്പോ വായിതാജ് പറഞ്ഞു, പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ കിട്ടുന്നില്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ ആൺകുട്ടികൾ 10 ആളൊക്കെ അന്വേഷിച്ച് നടത്തുന്നു. എവിടെങ്കിലും ഒന്നിനെ കിട്ടിയെങ്കിൽ പെൺകുട്ടികളൊന്നും കല്യാണത്തിന് തയ്യാറാകുന്നില്ല. ഒന്നും ഒരു മൗഢ്യമായ ചില ധാരണകൾ അവരുടെ ഉള്ളിലുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒപ്പം ആരെങ്കിലും നിൽക്കാൻ കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ നിന്റെ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവളെ തളർത്തുകയാണ് ഒപ്പമുള്ളവർ. അത്തരം ചില കേസുകൾ നിരന്തരം കേൾക്കേണ്ടി വരുന്ന നിങ്ങളെ ഒരു മഹല്ലിലെ ഒരു ഖതീബ് എന്ന നിലക്ക് തന്നെയാണ്, അതിന്റെ എല്ലാ ആധികാരിക ശബ്ദത്തിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒപ്പം പഠിക്കുന്നവര് നീ കല്യാണം കഴിഞ്ഞു, നിന്റെ കഴിഞ്ഞു എന്നാക്കി വെച്ച് ലൈഫ് എൻജോയ് ചെയ്യേണ്ടതാണ്. ഇത് ഒന്നേ ഉള്ളൂ, അതെ ഒന്നേ ഉള്ളൂ, ഇതൊന്നേ ഉള്ളൂ. പക്ഷെ എൻജോയ്മെന്റ് മാത്രം പോരാ, ഇതൊന്നേ ഉള്ളൂ. നാളത്തേക്ക് കൂടി ബാക്കിയുള്ളതാണെന്ന് ചിന്തിക്കുന്നില്ല. പെൺകുട്ടികളെ കിട്ടാനല്ലോ കല്യാണം കഴിക്കാൻ. എന്നാലോ എത്രയോ കുട്ടികളുണ്ട്, എന്നാ കുട്ടികളെ കിട്ടാനില്ല. പണ്ട് പറയുന്നുണ്ട്, നായ ഓടിയിട്ട് ഫലമല്ല, നായക്ക് നിൽക്കാൻ നേരമില്ല എന്ന് പറഞ്ഞാല്, നായ നേരം പിടുത്താ ഓടും, അങ്ങോട്ട് കുറെ ഓടും, പിന്നെ കുറെ ഇങ്ങോട്ട് ഓടും. ഹോട്ടലിൽ തന്നെ ഓട്ടം. എന്നാ നായ ഓടിയിട്ട് എന്തെങ്കിലും കാര്യമില്ല, ഒരു കാര്യമില്ല. ഇങ്ങനെ ഓടല കുറെ ആളുകൾ എന്നാ ഒരു ഉപകാരത്തിന് ഒരാളില്ലാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു. കുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. ഞാൻ പറയണ്ട, എന്റെ ചില രക്ഷിതാക്കൾക്ക് ഒരു ധാരണ, എന്റെ കുട്ടി അങ്ങനെ ജീൻസൊക്കെ ഇട്ട് ഒരു ടോപ്പൊക്കെ ഇട്ട് അങ്ങനെ ആൺ പെണ്ണെന്ന വ്യത്യാസമല്ല എന്ന് ചിലരിങ്ങനെ പ്രസംഗിച്ചെടുക്കുക. ഒരിക്കൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് എല്ലാ കാലത്തും അതിങ്ങനെ പറയണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇസ്ലാമിന്റെ തലക്കെടലാണ്. 6-ാം നൂറ്റാണ്ടിലാണ് ഈ മതം ഉണ്ടായത്. ശരിയാണ്, 6-ാം നൂറ്റാണ്ടിലുണ്ടായ, പക്ഷെ ആ നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾ ഓർക്കൂ. وإذا بشر أحدكم بالأنثى ظل وجهه مسودا وهو قضيم.
അക്കാലത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. ആ നൂറ്റാണ്ടിൽ ഒരു പെണ്ണ് ജനിച്ചു എന്ന് കേട്ടാൽ അവരുടെ ഉപ്പയുടെ മുഖം കറുത്തിരുണ്ട് ദേഷ്യത്തോടെ രോഷാകുലമായി പോയിരുന്നു. അങ്ങനെയുള്ള ഒരു ഉപ്പയാണ് പിൽക്കാലത്ത് ദുആ ചെയ്യുന്നത്, പഠിച്ചവനെ ഞങ്ങൾക്ക് പെൺകുട്ടികൾ മൂന്നാളെ തരണേ എന്ന് ദുആ ചെയ്യുന്ന വിധം അറബികളെ പരിവർത്തിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിലപ്പോ നമുക്ക് തന്നെ തോന്നും എന്റെ കുട്ടി അങ്ങനെ ആണ് പെണ്ണെന്നൊരു വ്യത്യാസമൊന്നുമില്ല, ഓൾ എൻജോയ് ചെയ്യട്ടെ, അവർക്ക് ഒരിക്കലല്ലേ ഉള്ളൂ എന്ന് തോന്നുന്ന രക്ഷിതാക്കളോട് പറയാൻ, ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ച് അവബോധമില്ലാതെ ഞാൻ തീർച്ചയായും അതിന്റെ ആധികാരികമായി തന്നെ സംസാരിക്കുകയാണ്. ആധികാരികമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തൊന്ന് അടിച്ചു നോക്കൂ. ജെൻഡർ ഡിസ്ഫോറിയ, ഇതൊക്കെ പരീക്ഷിച്ച് വിജയിച്ചു എന്ന് പറയുന്ന വലിയ രാഷ്ട്രങ്ങളെ കുറിച്ച് പഠിച്ചു. അമേരിക്കയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ വിറ്റൊഴിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഫാദർലെസ് അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക. അച്ഛനില്ലാതായി പോയ ഒരു തലമുറയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഡേവിഡ് ബാങ്കോണിന്റെ 1994 പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ അധികരിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ മനോവൈകല്യങ്ങളുടെ, അവരുടെ ആൻസൈറ്റിയെ, സൂയിസൈഡിലേക്ക് നടന്നു പോകുന്ന കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങൾ ഒരു സൈക്കോളജിസ്റ്റ് നടത്തിയിട്ട് പറയാണ്, നമ്മൾ മടങ്ങി പോകണം. എങ്ങോട്ടേക്ക്? 18ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ മടങ്ങി പോകണം. എന്താ ആ നൂറ്റാണ്ടിന്റെ പ്രത്യേകത? when father stood at the center of family unit, കുടുംബത്തിന്റെ, ഫാമിലി എന്ന ഒരു യൂണിറ്റിന്റെ മധ്യത്തിൽ ഒരു അച്ഛൻ വേണം, ഒരു ഉപ്പ വേണം, ആ ഉപ്പയെ ചുറ്റിപ്പറ്റിയ ഒരു കുടുംബം വേണം, അവിടെ ഉമ്മ വേണം. ഇതൊക്കെ തകരണം എന്ന് പ്രസംഗിച്ച് നടക്കുന്നവർ, അവരുടെ സിദ്ധാന്തം എല്ലാ കാലത്തും അത് പറഞ്ഞത് 18ാം നൂറ്റാണ്ടിലാണ് അവർ വരുന്നത്. അന്നും പറഞ്ഞു അബോളിഷ് ദ ഫാമിലി, കുടുംബം തകരണം, കുടുംബം തകരണം. അതിനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തെല്ലാം കാണാം. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഗൗരവത്തിലെടുക്കാൻ പറയാം. അടുത്ത കാലത്ത് ഒരു സിനിമ വന്നപ്പോൾ പറഞ്ഞു അതിന്റെ സംവിധായകൻ, എന്റെ പടം കണ്ടിട്ട് ഇവിടെ കുറച്ച് ഡിവോഴ്സ് കേസുകൾ നടന്നാൽ എന്റെ പടം വിജയിച്ചു. എന്റെ പടം വിജയിക്കണമെങ്കിൽ അതങ്ങനെ തിയേറ്ററിൽ ഓടണമെന്നിരിക്കില്ല, എന്റെ പടം കണ്ടിട്ട് കുറച്ച് ഡിവോഴ്സുകൾ നടക്കണം, എന്നിട്ട് ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കണം. കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ സമുദായത്തിലെ ഏറ്റവും വലിയ പ്രമാണിമാരുടെ പേരുകൾ അവരിൽ വായിക്കേണ്ടി വരും. ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രാപിക്കുന്ന ഒരു കാലം വന്നാൽ അവർക്ക് വലിയ അപകടം വരും സഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ പഠിക്കൂ, ജെൻഡർ ഡിസ്ഫോറിയ, അതിന്റെ കണക്കുകൾ വളരെ അപകടം. ഫാദർലെസ് അമേരിക്കയിൽ അദ്ദേഹം പറയുന്നു, അവിടെ എല്ലാം വേണം, ആണും പെണ്ണും വേണം. പെണ്ണ് എന്നത് എത്ര മനോഹരമായ ഒരു സങ്കല്പമാണ്. ഉമ്മ, എനിക്ക് തോന്നുകയാണ് ഞാൻ ആണല്ല, അതിന്റെ പേരാണ് ജെൻഡർ ന്യൂട്രാലിറ്റി. ഇന്നലെ ബഹുമാനപ്പെട്ട ചുവലി ഉസ്താദ് അർത്ഥവത്തായി പറഞ്ഞു, ഞാൻ അതിലേക്ക് കടക്കുകയല്ല, പക്ഷെ ഞാൻ സൂചിപ്പിക്കാം. അതൊക്കെ വിജയിച്ചു എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രങ്ങൾ നിങ്ങൾ എടുത്തു പറയൂ, അവിടെയൊക്കെ അതിന്റെ അപകടങ്ങൾ ഉണ്ടായി. നിങ്ങൾ തിരിച്ചു വരൂ എന്ന് പറയുന്ന വിധം ആ രാഷ്ട്രങ്ങളൊക്കെ മാറി. ഈ മക്കൾക്ക് നമ്മൾ എല്ലാ സ്വാതന്ത്ര്യവും അങ്ങനെ കൊടുത്ത് എന്റെ കുട്ടി അങ്ങനെ ആഹ്ലാദിക്കട്ടെ, അവൾക്ക് ഒറ്റ ലൈഫല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അവർക്ക് എല്ലാം കൊടുക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കണേ, ഇതേ മക്കൾ നാളെ വരും. ربنا أرنا الذين أضلنا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. എന്നിട്ട് ആ കുട്ടികൾ അല്ലാഹുവിന്റെ ദർബാറിൽ നിന്ന് അല്ലാഹുവിനോട് വിളിച്ചു പറയുമത്രേ, റബ്ബനാ അരിനൽ ലദീന അളല്ലനാ മിനൽ ജിന്നി വൽ ഇൻസ്, പടച്ച റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ ഉപ്പയെ, ഞങ്ങളുടെ വാപ്പയെ, ഞങ്ങൾക്ക് പാലോളം പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് അന്നം നൽകിയവരെ, ഞങ്ങളെ 10 മാസം നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ ഉമ്മയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ. അവരെ ഞങ്ങളൊന്ന് ചവിട്ടി മിതക്കട്ടെ, ഞങ്ങളുടെ കാലിന്റെ താഴെയാക്കട്ടെ. അവർ ഞങ്ങളുടെ താഴെ നിലക്കേണ്ട അവസ്ഥയാണുള്ളത്. അവർ ഞങ്ങളെ സംസ്കരിച്ചില്ല, അവർ ഞങ്ങൾക്ക് സതുപദേശം നൽകിയില്ല, അവർ ഞങ്ങൾക്ക് വേണ്ട വിധം ഞങ്ങളെ സതുപദേശിച്ചില്ല, ഞങ്ങൾക്ക് വേണ്ട ഒരു നല്ല വശവും അവർ പറഞ്ഞു തന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിലെത്തിയത് എന്ന് ഇതേ മക്കൾ പറയും എന്ന് വിശുദ്ധ ഖുർആൻ.
വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാം കുറച്ചൊന്ന് ലിബറൽ ആയാൽ എന്താ എന്ന് ചോദിക്കുന്നവർ ഇത് സംബന്ധമായ പഠനങ്ങൾ നടത്തും. നിങ്ങൾ നടത്തും. സ്വന്തം ജെൻഡർ എന്താണ് എന്ന് തിരിച്ചറിയാതെ മാനസികമായ രോഗങ്ങളിൽ എത്തിയവർക്ക് യൂറോപ്യൻ കൺട്രീസിൽ അവർ ഇന്ന ജെൻഡറാണ് എന്ന് പറയാൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അവിടെ ചില ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അതേ മക്കൾ നമുക്ക് ഉപകാരമുള്ളവരാവും. ചെറിയൊരു ജീവിതം നമുക്കുള്ളൂ. എത്ര റമദാനുകൾ കഴിഞ്ഞു, എത്ര ബറാഅത്ത് രാവുകളിൽ, എത്ര പ്രഭാഷണങ്ങൾ, എത്ര ഉസ്താദുമാരെ നമ്മൾ കണ്ടു, എത്ര ആളുകൾ നമ്മുടെ മുമ്പേ പോയി, എത്ര ഖബർസ്ഥാനികൾ നമ്മൾ സന്ദർശിച്ചു, എത്ര ജനാസകൾക്ക് നമ്മൾ ഇമാമത്ത് നിന്നു, എത്ര ജനാസ നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിച്ചു. എന്നിട്ട് എന്ത് മാറ്റം? അതുകൊണ്ടാണ് നബി ഏറ്റവും നല്ല ആളാരാണെന്ന് പറഞ്ഞു മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ഒരാളുടെ വയസ്സ് കൂടുമ്പോൾ അമൽ നന്നാവണം. പ്രായം കൂടുമ്പോൾ കൂടേണ്ടത് എന്താണ്? ഈമാൻ. വയസ്സ് കൂടുമ്പോ ഈമാൻ കൂടുന്നില്ലെങ്കിൽ വയസ്സ് കൂടുന്നത് അബദ്ധം. കാരണം അല്ലാഹു തആല ആയുസ് തരുന്നതിനനുസരിച്ച് ഈമാൻ കൂടണം. അത് കൂടുന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. നിരന്തരം ഖുർആൻ വിളിച്ചു. പ്രത്യേകമായ ചില ദിവസങ്ങളിൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പുണ്യനബിയുടെ ഹദീസുകൾ പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയും അലാ മിൻ മുസ്തഗ്ഫിരിൻ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅസ്തഗ്ഫിറു. ആരാണ് ഇന്നത്തെ ദിവസം എന്നോട് പാപമോചനം തേടുന്നത്, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാമെന്ന് അല്ലാഹു പറയുമത്രേ. അത്രമേൽ പ്രാധാന്യമുള്ള രാവുകളിലാണ് നമ്മൾ ഉള്ളത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം പഠിപ്പിച്ചു. വെള്ളിയാഴ്ചയുടെ രാവുകൾ ഇൽമിന്റെ മജ്ലിസുകൾ ഖുർആൻ നമ്മളെ ഉണർത്തി, വരൂ നിങ്ങൾ വരൂ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക്, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ ഒന്ന് വരൂ എന്ന് നിരന്തരം ഖുർആൻ പറഞ്ഞു. ആർക്കാണ് ആ സ്വർഗ്ഗം? മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. എല്ലാ ഇബാദത്തുകളും ശ്രദ്ധിക്കണേ. എല്ലാ ഇബാദത്തുകളും അതിന്റെ ബാഹ്യ പ്രകടനങ്ങൾക്കപ്പുറം അള്ളാഹു അതിനെ കൊണ്ട് ചില ലക്ഷ്യങ്ങൾ വെക്കുന്നു. ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും അള്ളാഹു അതിനെ കൊണ്ട് ചില ലക്ഷ്യങ്ങൾ വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആള് നന്നാവാൻ പറ്റുന്ന ഇബാദത്തുകളെ അള്ളാഹു തന്നിട്ടുള്ളൂ. നിസ്കാരം അതിന്റെ ബാഹ്യമായ അതിന്റെ പ്രകടനങ്ങൾക്കപ്പുറം ഒരു മനുഷ്യനാക്കുകയാണ് ഒരു വ്യക്തിയെ. നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ എന്താണ്? അയാൾ കുറെ നിസ്കരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നിസ്കാരം അങ്ങനെ കുറെ നിസ്കരിക്കുന്നവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ദീൻ കളവാക്കിയവരെ കുറിച്ച് നബി അങ്ങ് എന്താ ധരിച്ചതെന്നാ ചോദിച്ചത്. ഈ മതത്തെ കളവാക്കിയവരെ കുറിച്ച്, ഈ മതത്തെ പൊളിച്ചു കളയാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച്, ഈ മതം ഇല്ലാതാവണം എന്ന് പ്രതീക്ഷിക്കുന്നവരെ കുറിച്ച് നബിയെ അങ്ങ് എന്താണ് ധരിച്ചു വെച്ചത്? നബിയെ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. അവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? അവര് നിസ്കരിക്കാത്തവരല്ല, അവര് നോമ്പെടുക്കാത്തവരല്ല. എല്ലാ ഇബാദത്തുകളുടെയും മുമ്പിൽ അവർ നിൽക്കുമ്പോഴും പാവങ്ങളെ അവർ കാണുന്നില്ല. യതീം മക്കളെയും സാധുക്കളുടെയും വിഷയത്തിൽ അവർ ബദ്ധശ്രദ്ധരല്ല. ആർത്തസ്വരം കേട്ടൊരു കാതു കാരുണ്യമോദീടിന ദൃഷ്ടി സാന്തോക്തിയോദീടിന ജിഹ്വ സാധുക്കളെ താങ്ങീടിന ബാഹു. അവർ പാവങ്ങളെ കാണൂല. അവർ ഒരു കണ്ണീരും ഒപ്പില്ല, ഒരു സന്താപവും അവർക്കില്ല. ഒരാളുടെ വിഷമങ്ങളിലും അവരുടെ ഹൃദയത്തിന് ഒരു ഹൃദയപരതയില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് എന്ത് കാര്യം? അവരെന്ത് മനുഷ്യർ എന്ന് കവി ചോദിച്ചതുപോലെ എന്ത് മനുഷ്യർ? നിസ്കാരം അങ്ങനെ പാവങ്ങളെ നോക്കാതെ പിന്നെ പറയുന്ന ആയത്തതാണ് അവര് നിസ്കരിക്കും, കുറെ നിസ്കരിക്കുന്നുണ്ട്, അവർക്ക് നാശം. അവരുടെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം? الذين هم عن صلاتهم ساهون. അവർ അശ്രദ്ധരായിട്ട് നിസ്കരിക്കുകയാണ്. والذين هم يراءون. അവരാളെ കാണിക്കാൻ
വേണ്ടി നിസ്കരിക്കുക. വയംനഊനൽ മാഊൻ, പിന്നെയോ ഒരു കൊച്ചു നന്മ പോലും അവർ പ്രോത്സാഹിപ്പിക്കില്ല, എല്ലാത്തിനും ഇടങ്കൂലിടാൻ. അങ്ങനെയുള്ളവരുടെ നിസ്കാരം കൊണ്ട് എന്ത് കാര്യം എന്നാണ് ഖുർആൻ ചോദിച്ചത്. ഞാനിവിടെ പ്രത്യേകം പിരിവൊന്നുമില്ല. നിങ്ങൾ നേരത്തെ സാജിക്ക പറഞ്ഞല്ലോ, ഇനി പിരിവ് നടത്തിയാൽ നാളെ എത്ര ആളുണ്ടാവും. നാളെ റസാഖ് താരിമിയാണ്, അപ്പോൾ കുറച്ച് ആളുണ്ടാവുമെന്ന് കരുതുന്നു. ബക്കറ്റിലേക്ക് കാര്യമായിട്ട് ഇട്ടാൽ മതി. എല്ലാം നമ്മുടെ മദ്രസയുടെ നിർമ്മാണത്തിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഇൽമിന്റെ സൗദാണ്. ബഹുമാനപ്പെട്ട സദർസ്ഥ എല്ലാം നിർത്തിയല്ലോ. ഈ വിജ്ഞാനങ്ങളുടെയൊക്കെ ഉത്ഭവ കേന്ദ്രമാണ്. ഞാൻ നേരത്തെ 3 കാര്യം. ഒന്ന് ഇൽമുൻ നാഫിഉൻ, ഒരാൾ മരിച്ചാൽ 3 കാര്യം ബാക്കിയാണ്. ഒന്ന് ഇൽമുൻ നാഫിഉൻ, ഉപകാരപ്പെടുന്ന ഇൽമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനൊക്കെ കൊടുത്താൽ അവിടുന്ന് ആ വിജ്ഞാനം അങ്ങനെ പ്രചരിക്കുക, അതിലും പെട്ടു. ഇനി രണ്ടാമത്തതോ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ, അതിലും പെട്ടു. ഇനി വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന മക്കൾ ആ കുട്ടികൾ അവിടുന്ന് പഠിച്ച് ഓല് ഇതിന് സഹായം ചെയ്തവരൊക്കെ ദ്വാരക്കുമ്പോ അതിലൊക്കെ പെടാൻ പോവല്ലേ, അതൊക്കെ പെടല്ലേ. ഇപ്പൊ ദർസുള്ള വഴിയിൽ നമ്മളവിടെ സ്വദേശി ദർശാണെങ്കിൽ പോലും എല്ലാ ദിവസവും കുട്ടികൾ വന്നാൽ ആദ്യം ഓതുന്ന ഒരു ബൈത്തുണ്ട്, ഒരു ദുആ. വഗ്ഫിർ ലനാ സിയമൻ ലിൽവാലിദീന വമൻ കാനൂ ലനാ വലിഹാദ ദർസി അവാനാ. വലിയൊരു ബൈത്താണ്. അങ്ങനെ കുട്ടികൾ പാടും. കുട്ടികൾക്ക് അർത്ഥം ഒന്നും അറിയണ്ടാവില്ല. പക്ഷെ ഞാൻ ഒരു ദിവസം അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. അതിൽ വരുന്ന ഒരു അർത്ഥം നോക്കിയാൽ നിങ്ങൾ വഗ്ഫിർ ലനാ സിയമൻ ലിൽവാലിദീന വമൻ കാനൂ ലനാ വലിഹാദ ദർസ്, പഠിച്ചവനെ ഞങ്ങൾ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം, പിന്നെയോ ഈ ദർസിനെ സഹായിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ ദർസിലേക്ക് ഒരു കിതാബ്, ആ മദ്രസിന് ആ ദർസിനെ പറ്റിയ ഒരു സംവിധാനം, അതെല്ലാം എടുത്തു കൊടുക്കുന്നോടത്ത് ആ ദുആയിലൊക്കെ പെടല്ലേ. അതെല്ലാ കാലത്തേക്കും നിൽക്കുന്ന ജാരിയായ ഒരു സദഖ കൂടിയല്ലേ. അതുകൊണ്ട് ആ നിലക്ക് അത് നിങ്ങൾ ചെയ്യുക. അതിന് പ്രത്യേകം പറയണ്ടല്ലോ. ഇപ്പൊ നമ്മള് സ്വന്തം അക്കൗണ്ട് ഇടാൻ ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നാളെ ആഖിറത്തിലെത്തുമ്പോൾ കിട്ടും. അപ്പൊ നിങ്ങൾ സ്വന്തം അക്കൗണ്ട് ഇടുന്നത് ഞാനിപ്പോ ഇങ്ങനെ പറയാം, പോയി അക്കൗണ്ട് കിട്ടോ, അക്കൗണ്ട് കിട്ടോ, വേണമെങ്കിൽ ഇടുക. സ്വന്തം അക്കൗണ്ട് അല്ലേ, വണ്ടിയിൽ ഇടട്ടെ, അത് ഞാൻ നിങ്ങളോട്. അപ്പോ നിരന്തരം ഖുർആൻ ഉണർത്തും. നിങ്ങളൊന്ന് വരൂ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, സ്വർഗത്തിലേക്ക്. അത് ആർക്കുള്ളതാണ്? മുത്തഖീങ്ങളാവണമെങ്കിൽ ചെയ്യേണ്ട ഒരു പണി എന്താണ്? എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? നമ്മൾ നോമ്പിലേക്ക് വരികയാണ്. ഇനി റമളാന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ പറയാണ്, നോമ്പ് എന്തിനാ നിർബന്ധമാക്കിയത്? ഖുർആൻ എന്താ പറഞ്ഞത്? മുൻഗാമികൾക്ക് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ കുതിബ അലൈകുമുസ് സിയാം. നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി. എന്തിന്? മുൻഗാമികൾക്ക് നിർബന്ധമാക്കിയ പോലെ നിർബന്ധമാക്കിയത് നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കണം. നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പൊ നോമ്പിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മളിൽ ഉണ്ടാവേണ്ട ചില സ്വഭാവ വിശേഷങ്ങൾ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു പറയാണ്, 4 ഗുണങ്ങൾ ഒരു മുത്തഖിയായ മനുഷ്യനുണ്ട്. 4 ഗുണം. അതുണ്ടെങ്കിൽ അവൻ മുത്തഖിയാണ്, അവൻ സ്വർഗത്തിന് വേണ്ടി തയ്യാറായവനാണ് എന്ന് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. മുത്തഖിങ്ങൾക്ക് ഉണ്ടാവേണ്ട 4 ഗുണങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. 1, അൽ ഖൗഫു ബിൽ ജലീൽ. അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം. ഏകാന്തതയിൽ നിൽക്കുമ്പോ ഭയം. നമ്മൾ ക്യാമറ മുമ്പിൽ വരുമ്പോ ഇപ്പൊ റഡാർ ബോട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. ചിലപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിന്റെ മുമ്പേ ഇത്ര ഡിസ്റ്റൻസ് മുമ്പേ ഈ ആപ്പ് ഇങ്ങനെ പറയും, അവിടെ ക്യാമറ ഉണ്ട്, സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടോ, വാണിംഗ്. കാരണം നമുക്ക് പേടിയാന്ന്, ഫൈൻ കിട്ടും. ക്യാമറ മുമ്പിൽ വരുമ്പോ നമ്മളിങ്ങനെ റൂമിൽ ഇരുട്ടത്ത് എന്തോ ഇങ്ങനെ കാണുക, പെട്ടെന്ന് ആരോ വാതിൽ ഫോൺ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളിങ്ങനെ കാണുക, റീല് കാണുക. നാളെ ആഖിറത്തിലെത്തുമ്പോ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആഖിറത്തിലെത്തുമ്പോ നിങ്ങൾ പേടിക്കണേ, മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ ഇതെല്ലാം എഴുതി വെക്കും. ഈ മലക്കുകൾ അവിടുന്ന് വായിക്കും. അപ്പോ അബ്ദുൽ മുഹ്സിൻ തൈത്തവി 32,226 റീലുകൾ. ഇയാളെ നമ്മളെ ഖതീബ് എങ്ങനെയുള്ള ഇയാളെ പ്രസംഗം നമ്മൾ കേട്ടുന്ന നമ്മളെല്ലാം വഷളായി പോകില്ലേ, ഓരോരുത്തരും വഷളാവൂലേ. അപ്പൊ ഈ പേടി വേണം എന്ന് പറഞ്ഞു നമ്മൾ കുട്ടികൾ വരികയാണ്, നമ്മളിങ്ങനെ എന്തോ കാണും. അപ്പൊ കുട്ടികൾ വരുമ്പോ കുട്ടിയല്ലേ, ഇതെല്ലാം കാണുന്ന ഏകനായ അല്ലാഹുവിനെ കുറിച്ചൊരു ഭയവും നമുക്കില്ലേ? ഏകാന്തതയിൽ നിൽക്കുമ്പോ റബ്ബിനെ കുറിച്ച് ഭയം വേണം. കണ്ടോ, മക്കയിൽ ഏറ്റവും വലിയ സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു.
ആ പെണ്ണ് ഒരു ദിവസം തന്റെ ഭർത്താവിനോട് ചോദിച്ചു. ഒരു ദിവസം കണ്ണാടിയിൽ ആ പെണ്ണിങ്ങനെ നോക്കി. അപ്പൊ നോക്കുമ്പോ നല്ല സുന്ദരിയായ പെണ്ണാണ്, മക്കയിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണാണ്. ഓള് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഭർത്താവിനോട് ചോദിച്ചു, അതറാ അഹദുൻ യറാ ഹാദൽ വജ്ഹി വലാ യുഫ്തനു ബിഹി, എന്റെ ഈ മുഖം കണ്ടാൽ ഇതിൽ വീണു പോവാത്ത ഏതെങ്കിലും ഒരാൾ മക്കയിലുണ്ട് എന്ന് അങ്ങേക്ക് അഭിപ്രായമുണ്ടോ? എന്റെ ഈ സൗന്ദര്യത്തിൽ വീണു പോവാത്ത, അതിൽ ഫിത്നയിൽ അകപ്പെടാത്ത ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഭർത്താവ് പറഞ്ഞു, നഅം, അതേ ഉണ്ട്. ഭാര്യ ചോദിച്ചു, ആരാണ് ഈ നാട്ടിൽ എന്റെ സൗന്ദര്യത്തിൽ വീണു പോവാത്തവൾ? വീണു പോവാത്തവർ ആരാണുള്ളത്? ഭർത്താവ് പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈറുണ്ട്. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, എന്നാൽ എനിക്ക് നിങ്ങൾ ഒരു പെർമിഷൻ തരുമോ? എനിക്കൊരു പെർമിഷൻ, ഞാനൊന്ന് വളച്ചു നോക്കട്ടെ. ഭർത്താവിന് അത്രയും വിശ്വാസമാണ് ഉബൈദ് ഇബ്നു ഉമൈറിനെ. അപ്പൊ ഭർത്താവ് അതിന് ചില നിനക്ക് സമ്മതം കൊടുക്കണമെങ്കിൽ അത്രയും ഉറപ്പാണല്ലോ. മസ്ജിദുൽ ഹറമിൽ പുണ്യനബിയുടെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഉബൈദ് ഇബ്നു ഉമൈറിന്റെ അടുത്തേക്ക് ഈ പെണ്ണ് വരുന്നു. മസ്അല ചോദിക്കുന്ന നിലക്കാണ് ഈ പെണ്ണ് വരുന്നത്. മസ്അല ചോദിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ പലരും മസ്അല ചോദിച്ചിട്ട് പിന്നെ വലതും ആല മസാല കത്തലാം. അപ്പൊ മസ്അല ചോദിച്ചിട്ട് ഒരു പെണ്ണ് വന്നു. ഉബൈദ് ഇബ്നു ഉമൈറുമായി പെണ്ണിങ്ങനെ നടന്നു. പല മസ്അലകളും ചോദിച്ചു മസ്ജിദുൽ ഹറമിന്റെ ആരും കാണാത്ത ഒരു ഏകാന്തമായ മൂലയിലെത്തി. ആ പെണ്ണ് തന്റെ മുഖമക്കനെ അങ്ങ് പൊക്കി. ആ മുഖമക്കനെ പൊക്കി നോക്കുമ്പോ ഏറ്റവും വലിയ സുന്ദരിയുടെ മുഖമാണ്. പൂർണ്ണേന്ദു ഉദിച്ചു നിൽക്കുന്നത് പോലുള്ള മുഖമാണ്. പൂർണ്ണചന്ദ്രന്റെ ശോഭയുള്ള സൗന്ദര്യത്തിന്റെ ശോണിമയുള്ള സുന്ദരിയുടെ മുഖമാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടപ്പോ ഉബൈദ് ഇബ്നു ഉമൈർ പറഞ്ഞു, യാ അമതില്ലാ ഇസ്തതിരി, പെണ്ണേ നീ നിന്റെ മുഖമൊക്കനെ ഒന്ന് താഴ്ത്തിയിടണേ, നിന്റെ മുഖമൊക്കനെ ഒന്ന് താഴ്ത്തിയിടണേ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ, ഞാൻ അങ്ങയുടെ സൗന്ദര്യത്തിൽ വീണു പോയിട്ടുണ്ട്, അങ്ങയുമായി ഒന്ന് പ്രാപിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്റെ ആഗ്രഹം അങ്ങൊന്ന് നിറവേറ്റി തരുവോ എന്ന് ഈ പെണ്ണ് ഉബൈദ് ഇബ്നു ഉമൈർ ഒറ്റ ചോദ്യം ചോദിച്ചു. ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, നിന്റെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാം, പക്ഷേ നീ എനിക്കതിന്റെ മുമ്പ് ഒരു ഉത്തരം നൽകണം. അഖ്ബിർനി ലൗ അന്ന മലക്കൽ മൗത അതാകി ലിയഖ്ബിള റൂഹകി അകാന യസുറുകി അൻ യഖ്ളി ലകി ഹാദിഹിൽ ഹാജാ. ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരാൻ പോവുകയാണ്. ആ സമയത്ത് മലക്കുൽ അസ്റായീൽ, റൂഹുൽ അമീൻ, റൂഹ് പിടിക്കുന്ന അസ്റായീൽ എന്ന മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ റൂഹ് പിടിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരണോ? അങ്ങനെ ഒരു ചോദ്യം ആ പെണ്ണ് പ്രതീക്ഷിച്ചില്ല. ആ പെണ്ണ് പറഞ്ഞു, അല്ലാഹുമ്മ ലാ, വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഓരോ ഘട്ടവും ഉണർത്തി, നിന്നെ കഫൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരണോ? നിന്നെ ഖബറിലേക്ക് 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് വെക്കുമ്പോ ഞാൻ നിന്റെ ആഗ്രഹം നിറവേറ്റി തരണോ? ആ പെണ്ണ് അപ്പോഴൊക്കെ പറഞ്ഞു, അല്ലാഹുമ്മ ലാ, അല്ലാഹുമ്മ ലാ. എന്നിട്ട് ഈ പെണ്ണ് തിരിച്ചു വീട്ടിലേക്ക് പോയി. ഈ സമയത്തിന്റെ പേരാണ് അൽ ഖൗഫ് മിനൽ ജലീൽ. ഏകാന്തമായിരിക്കുമ്പോൾ റബ്ബിനെ കുറിച്ച് പേടിക്കണം. എല്ലാരും കാണുമ്പോ വലിയ ഈമാനോടെ നടക്കാൻ എല്ലാവർക്കും കഴിയും. ആരും കാണാതിരിക്കുമ്പോ റബ്ബിനെ പേടിക്കണം. അതാണ് അർശിന്റെ തണലുള്ള ഒരു വിഭാഗത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത്. റജുലുൻ ദഅത് ഇംറഅതുഹു ദാതു മൻസിബിൻ വജമാൽ, സൗന്ദര്യവതിയായ കുലീനയായ തറവാടിന്റെ മഹിമയുള്ള ഒരു പെണ്ണ് വിളിച്ച ഒരു പുരുഷനാണ്. ആ സമയത്ത് അവൻ പറഞ്ഞു, ഇത്തഖില്ലാ, അല്ലാഹനെ പേടിക്കണേ മോളെ. തിരിച്ചും അങ്ങനെയുള്ള റജുൽ എന്ന് പറഞ്ഞാൽ ആരും, ഒരു മനുഷ്യൻ, അതാണോ പെണ്ണോ,
ആര് വിളിച്ചു? വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, പരിചയപ്പെട്ടാലോ, സംസാരിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ബ്ലോക്ക് ചെയ്തവൾ ആരാണ്? അവളാണ് അർശിന്റെ തണലുള്ള ഒരു വിഭാഗം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവളാണ് അർശിന്റെ തണലുള്ള. ആരും കാണാതിരിക്കുമ്പോ അള്ളാഹു കാണുമോ എന്ന പേടിയുള്ളവൾ. അതുകൊണ്ടാണ് ഈ പെണ്ണ് പിൽക്കാലത്ത് ഉബൈദ് ബിൻ ഉമൈർ തങ്ങളെ കുറിച്ച് ഈ പെണ്ണിന്റെ ഭർത്താവ് പറയാൻ, എന്താ ഈ ഉബൈദ് ബിൻ ഉമൈർ കാണിച്ചത്? മാലി വലി ഉബൈദ് ബിൻ ഉമൈർ അഫ്സദ അല ഇംറഅതി. ഈ പെണ്ണിനെ കുറിച്ച് ഭർത്താവ് പറയണേ, എന്റെ ഭാര്യയെ ഉബൈദ് ബിൻ ഉമൈർ നശിപ്പിച്ചു കളഞ്ഞല്ലോ. എങ്ങനെ നശിപ്പിച്ചു? ഈ പെണ്ണിനെ പിന്നെ ഭർത്താവിന് പോലും കിട്ടുന്നില്ല. രാത്രി ഫുള്ള് നോമ്പ് നിസ്കാരായി, പകല് ഫുള്ള് നോമ്പായി, ഭർത്താവിന് പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ആ പെണ്ണ് മാറി എന്ന് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കും. അപ്പൊ ഏകാന്തമായിരിക്കുമ്പോ റബ്ബിനെ കുറിച്ചുള്ള പേടി വേണം, ഏകാന്തതയിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണം. രണ്ടാമത്തെ ഒരു കാര്യം അൽ ഖനാഅതു ബിൽ ഖലീൽ. ഞാൻ അവസാനിപ്പിക്കും, ഇതുകൂടി രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. കാരണം പഴയ പോലെ ഒന്നല്ല. പണ്ട് 3 മണിക്ക് 4 മണിക്കൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പൊ 2 മണി 3 മണി ഒന്നും പോയിട്ട് 10 മണി കഴിഞ്ഞാൽ അപ്പുറം ആരുമില്ല. കോവിഡിന് ശേഷം ഇപ്പൊ തന്നെ നമുക്ക് വന്ന ആളുകളുണ്ട്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയാൻ ഈ നല്ല മുഹൂർത്തങ്ങൾ ഇല്ലാതാവുക. കുറെ കാലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു തലമുറ അങ്ങനെ പറയാം, പണ്ടൊക്കെ വയതൊക്കെ നടക്കലുണ്ടേനി, അന്ന് ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, പണ്ട് 2 മണി വരെയൊക്കെ ഞങ്ങള് അക്കരെ പാലം കടന്ന് അക്കരെ കോയിനി ഇക്കരെ കോയിനി എന്ന് പറയുന്നില്ലേ ഇപ്പത്തെ വയസ്സന്മാർ. ഇതേപോലെ ഇതൊന്നും ഈ നന്മകൾ ഇല്ലാതായി പോകുന്നതിനെ കുറിച്ച് പേടിക്കും. പണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് 2 ആളുകൾ ഒരാളെ കൊണ്ടുവന്നു, പിടിച്ച് ബന്ദിയാക്കിയാണ് കൊണ്ടുവന്നു. അപ്പൊ ഉമർ ബിൻ ഖത്താബ് ചോദിച്ചു, എന്താ വിഷയം? അപ്പൊ അവര് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഹാദാ ഖത്ലു അബാനാ. ഇയാൾ ഞങ്ങളുടെ വാപ്പയെ കൊന്നയാളാണ്, ഞങ്ങൾ ഉപ്പാനെ കൊന്ന ആളാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു അയാളോട്, നീ കൊന്നോ? ഒരു വാപ്പനെ കൊന്നോ? അപ്പൊ അയാള് പറഞ്ഞു, അതെ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇവരുടെ വാപ്പയെ കൊന്നുപോയി. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അയാളുടെ ഒട്ടകപ്പുറത്ത് എന്റെ പറമ്പിൽ വന്നു. ഞാൻ ഒട്ടകത്തെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ഒരു കല്ലെടുത്തെറിഞ്ഞു, അത് അയാളുടെ തലക്ക് പറ്റി. അയാൾ തൽക്ഷണം തന്നെ വീണ് മരിച്ചുപോയി. മനഃപൂർവ്വം ചെയ്തതല്ല, പക്ഷേ അറിയാതെ അയാൾ മരിച്ചുപോയി. അത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വലിയ സങ്കടം തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അപ്പോ അവിടെ ഉണ്ടായിരുന്ന 2 ആളുകൾ പറഞ്ഞു, എന്തു ചെയ്യാൻ? ഖിസാസ് വേണം, ഇയാളെ തിരിച്ചു കൊല്ലണം. വാപ്പാനെ കൊന്നല്ലേ, ഇനി അതിൽ വേറെ വർത്താനല്ല, ഇയാളെ തിരിച്ചു കൊല്ലണം. അപ്പൊ നിയമം അങ്ങനെയാണ്, നീതിയുക്തമാണ്. അപ്പൊ നിയമങ്ങളൊക്കെ എതിരാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അയാളെ തിരിച്ചു കൊല്ലാം എന്ന് തീരുമാനം. അപ്പൊ ഇയാൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അസ്അലുക ബില്ലദീ ഖാമത് ബിഹി സമാവാതു വൽ അർള്. ആകാശഭൂമികളുടെ അധിപനായ റബ്ബിനെ മുൻനിർത്തി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, അൻത തുറുഖിനി ലൈലതാ, ഈ രാത്രി എന്നെ ഒന്ന് വീട്ടിലേക്ക് തിരിച്ചുവിടണം. എന്റെ വീട്ടിൽ എന്റെ ഏകയായിരിക്കുന്ന ഭാര്യയാണുള്ളത്, ചെറിയ കുഞ്ഞു മക്കളാണ് എനിക്കുള്ളത്, എനിക്കവിടെ വേറെ ആരുമില്ല. വല്ലാഹി വല്ലാഹി ലൈസ ലഹും ആയിലുൻ ഇല്ലല്ലാഹു സുമ്മ അനാ. അവിടെ ആകെ ഞാൻ അവരെ ഏൽപ്പിച്ചു പോകുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് അവർക്കുള്ളത്. എന്നെ ഈ സമയത്ത് കൊല്ലുമെന്ന് പറഞ്ഞാൽ, എന്നെ തിരിച്ചു കൊല്ലുമെന്ന് പറഞ്ഞാൽ, എന്നെ പ്രതീക്ഷിച്ച് എന്റെ പാലോളം പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ കാത്തിരിക്കുന്നുണ്ട്. പ്രിയതമയുണ്ട്, എനിക്കൊരു അവസരം തരണം. ഈ രാത്രി ഞാനൊന്ന് തിരിച്ചു പോവട്ടെ. ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരാം. ഒരൊറ്റ നൈറ്റ് എനിക്ക് എന്ന് പറഞ്ഞു, ഒറ്റ രാത്രി. അപ്പൊ അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, അതിനെന്താ, നിനക്ക് 3 ദിവസം. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും നിന്നെ പരിചയമല്ല. തരണമെങ്കിൽ ഇവിടെ ഒരാൾ നിന്നെ ജാമ്യം നിൽക്കണം, ഒരാൾ ജാമ്യത്തിൽ നിൽക്കണം. ജാമ്യത്തിൽ ആരെങ്കിലും നിൽക്കണം. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിച്ചു ചേർത്തു. സഹസില നടക്കണേ. എന്നിട്ട് ചോദിച്ചു, മൻ യക്ഫിലുക അൻ തദ്ഹബ ഇലൽ ബാദിയാ. ആ ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന ഈ സാധു മനുഷ്യന് ജാമ്യം നിൽക്കാൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ? ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പൊ ആളുകൾ ഫസക്കത്തന്നാസു ജമീഅ,
ജനങ്ങൾ മുഴുവൻ മൗനത്തിലായി. കാരണം ആർക്കും ഇയാൾ അറിയില്ല, നാടറിയില്ല, വീടറിയില്ല, ഇയാൾ ഏത് നാട്ടുകാരനാണോ, ഇയാളെ കുടുംബം ഏതാണോ ഒന്നും അറിയില്ല. പിന്നെ എങ്ങനെ ഇയാൾക്ക് ജാമ്യം നിൽക്കും? കാരണം ജാമ്യം നിന്നിട്ട് തിരിച്ചെങ്ങാനും വന്നിട്ടില്ലെങ്കിൽ ഇയാളെ സ്ഥാനത്ത് നിൽക്കേണ്ടത് ജാമ്യക്കാരനാണ്. ഇത് ഉമറിന്റെ ഭരണകാല ഓർത്തേ നിൽക്കും, ഒരാളും കണ്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടു കൂടെ ഈ രണ്ടാളുകളുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുവന്ന ഈ ആരോപണം ഉന്നയിച്ച രണ്ടാളുകളോട് ചോദിച്ചു, പാവല്ലേ, നിങ്ങൾക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ, അയാൾക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ? അപ്പൊ അവർ പറഞ്ഞില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. മൻ ഖതല അബാന ലാ ബുദ്ദ അൻ യുഖ്തൽ, ഞങ്ങളെ വാപ്പാനെ കൊന്നു, എന്നാ തിരിച്ചു കൊല്ലരുത്. അത് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിലേക്കൊന്ന് നോക്കി. ആ സമയത്ത് പെടുന്നനെ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൽക്കും അയാൾക്ക് കഫീലായിട്ട്, അയാളുടെ അമീറായിട്ട്, ഞാൻ അയാളുടെ ജാമ്യക്കാരനായിട്ട് നിൽക്കാം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതഅറഫു, ഇയാൾ അറിയോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ? അകൈഫ തക്ഫിലു, നിനക്കറിയോ? അപ്പൊ അബൂദർ പറഞ്ഞില്ല, എനിക്കറിയൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് കാണും. പിന്നെ നീ എങ്ങനെ ജാമ്യം നിൽക്കല്? ഇയാളെങ്ങാനും പോയാൽ നിനക്കറിയാലോ. അയാളെ അവിടെ ഒരു കാര്യം കൂടി ഉണർത്തി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, നീ ഓർത്തോ, ഇത് ആരുടെ ഭരണാണെന്ന് ഓർത്തോ. യാ അബൂദർ أتظن أنه لو تأخر بعد 3 ليال أني تاركك, നീ ഓർത്തോ 3 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അബൂദർ? ഓർത്തിട്ട് ജാമ്യം നിന്നു. അപ്പോ അബൂദർ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. കാരണം ഞാൻ അയാളുടെ മുഖത്ത് സിമാത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ചില അടയാളങ്ങൾ കാണുന്നു. അയാൾ പറ്റിക്കൂല, പാവായി തിരിച്ചു വരും. 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോ അയാൾ ഓടി വരികയാണ്. സദസ്സ് കൂടി, ജനങ്ങളെല്ലാരും ഒരുമിച്ച് കൂട്ടി ഇയാളെ വധശിക്ഷ നടപ്പിലാക്കാൻ പോവാൻ. ഇല്ലെങ്കിൽ അബൂദർ, ഇയാൾ വന്നില്ലെങ്കിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ വധശിക്ഷ നടപ്പിലാക്കണം. സദസ്സ് മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ആ സമയത്ത് ഇയാൾ ഓടി വന്നു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഏതോ ഒരു നാട്ടുകാരനാണ്, ഞങ്ങൾക്കാർക്കും നിങ്ങളെ പരിചയമില്ല, നിങ്ങൾ ഇന്ന് വന്നില്ലെങ്കിലും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ഇന്നത്തെ ദിവസം അങ്ങ് തിരിച്ചു വന്നത്? നിങ്ങളെ കൊല്ലാൻ പോവുകയല്ലേ, എന്തിനാണ് നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്? ചോദ്യതാണ്, ഇനി മരിക്കാനാ വന്നത്, എന്തിന് തിരിച്ചു വന്നു? എന്തിന് തിരിച്ചു വന്നു? അപ്പൊ അയാൾ പറഞ്ഞു, ഖശീതു, ഞാൻ പേടിച്ചു. ഇയാളെ കൊല്ലുന്നതിലല്ല, ഞാനൊരു കാര്യം പേടിച്ചു. ആളുകൾ മുഴുവൻ പറയുമോ എന്ന് ഞാൻ പേടിച്ചു. ലഖദ് ദഹബൽ വഫാഅ ബിൽ അഹദി മിനന്നാസ്, പഴയ കാലമല്ല, ഇപ്പൊ കരാറൊന്നും ആരും പൂർത്തീകരിക്കലില്ല. കണ്ടില്ലേ, അയാളും കൂടി വന്നില്ല, ഒരു കരാറും പൂർത്തീകരിക്കുന്ന ആളുകളൊന്നും ഇപ്പൊ ഇല്ല എന്ന് ആളുകൾ പറഞ്ഞു പോകും എന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ ഒരു സുവർണകാലം കഴിഞ്ഞുപോയി എന്ന് ആളുകൾ പറയുമെന്ന് ഞാൻ പേടിച്ചു. അങ്ങനെ ഒരു കാലം പണ്ട്, അങ്ങനെ അന്ന് പ്രസംഗത്തിന് പോലെ അങ്ങനെ ഒരു കാലം എന്ന് പറയുന്ന വിധം ഈ നന്മകൾ വറ്റിപ്പോകും എന്ന് ഞാൻ പേടിച്ചു. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ്, ഖശീതു അൻ യുഖാൽ ലഖദ് ദഹബൽ ഖൈറു മിനന്നാസ്, ഞാൻ പേടിച്ചു, ജനങ്ങളുടെ അടുത്ത് ഖൈറൊക്കെ ഇല്ലാതായി പോയി. ഇപ്പൊ ഒരു പാവത്തിനെ രക്ഷിക്കാൻ ഒരാളും വക്കാലത്ത് നിൽക്കാനില്ലല്ലോ എന്നാളുകൾ പറയുമെന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടി വക്കീല് നിൽക്കാൻ പോയിട്ടുള്ളത്. ഇത് കേട്ടപ്പോ ഈ രണ്ടാളുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ വാപ്പയെ കൊന്ന ഇയാൾക്ക് ഞങ്ങൾ പുറത്തു കൊടുത്തു, ഞങ്ങളുടെ വാപ്പയെ കൊന്ന ഇയാൾക്ക് ഖിസാസിനി എടുക്കേണ്ടതില്ല. കാരണം നഖ്ശാ അൻ യുഖാൽ ലഖദ് ദഹബ അഫ്വ മിനന്നാസ്, ഞങ്ങളും പേടിക്കുകയാണ്,
ഇപ്പൊ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സൊന്നുമില്ല, ആരും ആർക്കും പുറത്തു കൊടുക്കണമെന്നില്ലാത്ത ഒരു കാലായി എന്ന് പറഞ്ഞു പോകുമെന്ന് ഞാൻ പേടിക്കുന്നു. ഈ നന്മകളൊക്കെ ഇല്ലാതായി പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. പണ്ട് വയതിന് വന്നതിനൊരു കാലുണ്ടായിരുന്നു എന്ന് പറയും വിധം ഇൽമിന്റെ മജ്‌ലിസുകൾ ഇല്ലാതായി പോകും എന്ന് പേടിക്കുന്ന ഒരു വിഭാഗമെങ്കിലും ഇവിടെ ഉണ്ടാവും. എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ മജ്‌ലിസിലേക്ക് എല്ലാവരും എത്തണം. രണ്ടാമത്തെ കാര്യം വളരെ ചുരുക്കി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽ ഖനാഅത്തു ബിൽ ഖലീൽ. മുത്തഖീങ്ങൾക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണ്. ചുരുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെടാൻ. 10 കിട്ടിയാൽ 100 മതി എന്നും, 100 കിട്ടിയാൽ 1000 മതി എന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോ ആശ്ചര്യമാകില്ല ജീവിതം എന്നതും പൂന്താനം മഹാകവി പാടിയത്. എത്ര കിട്ടിയാലും ആളുകൾക്ക് അതങ്ങനെ മതിയാവില്ല. ഇത്ര കിട്ടിയാൽ ഇത് പോരാ, അത് കിട്ടിയാൽ അത് പോരാ എന്നുള്ള നിലക്ക് അവരങ്ങനെ പോകുമെന്നാണ്. മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് പണ്ട് മദീനയിലേക്ക് ബഹ്റൈനിൽ നിന്ന് മറ്റേ നികുതി പിരിപ്പിച്ച് മദീനയിലേക്ക് വന്നു. നോക്കുമ്പോ പള്ളിയിൽ ഭയങ്കര ആള്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് പറയാണ്, ഇന്നത്തെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 2000 രൂപ വിതരണം ചെയ്യുന്നു നോട്ടീസിൽ, അല്ലെങ്കിൽ അന്നദാന വിതരണത്തല്ലേ, കുറച്ചുകൂടി വലുതായിക്കോട്ടെ. ഒരു 2000 രൂപ മജ്‌ലിസിൽ വരുന്നവർക്ക് 2000 രൂപയുടെ വിതരണവും മതപ്രഭാഷണവും. നമുക്ക് ഇവിടെ മതിയാവും? ആ അട്ട കസേര പോയിട്ട് ഏതെങ്കിലും മതിയാവും? വർളി ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സ് നിനക്കുണ്ടോ? നീയാണ് ഏറ്റവും വലിയ ധനാഢ്യനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് ഓടാം. ദുനിയാവിന്റെ ഓട്ടങ്ങളിൽ 3 കാര്യങ്ങൾക്ക് നിനക്ക് ഓടാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അടങ്ങ്, ഓട്ടം ഒന്ന് നിർത്തും. من أصبح منكم آمنا في سربه ومعافى في جسده عنده قوت يومه كأنه حيزت له الدنيا بحذافيرها. آمنا في سربه. രാവിലെ സുരക്ഷിതത്തോടുകൂടെ ഉണരാൻ പറ്റുന്ന ഒരു വീട് നിനക്കുണ്ടോ? രാത്രി കടക്കാൻ പറ്റുന്ന, മഴയില്ലാത്ത, കോളില്ലാത്ത, വെയിലില്ലാതെ സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു വീട് നിനക്കാകുന്നവരെ നീ ഒന്ന് ഓടിക്കോടി. സുന്നത്തൊക്കെ ഒന്ന് വല്ലാണ്ട് നിസ്കരിക്കാണ്ട് ഫർദ് നിസ്കരിച്ച് നീ ഇതിന്റെ പണിക്ക് ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടിയിട്ട്, അസുഖാണ് ആശുപത്രി നേരത്തെ പോകേണ്ടി, അതിനു വേണ്ടിയിട്ട് നീ ഓടി. അന്നുള്ള വിഭവങ്ങൾക്ക് വേണ്ടി, ഇന്നത്തെ ഫുഡ്, നാളത്തെ ഫുഡ്, അതിനു വേണ്ടിയിട്ട് മാത്രം നീ ഓടി. അത് കഴിഞ്ഞാൽ നീ ഒന്ന് അടങ്ങ്. അതുകൊണ്ടാണ് തേവ ഉസ്താദ് പണ്ട് വയലിന് വേണ്ടി പല നാട്ടിലേക്ക് പോകുമ്പോ ഭാര്യയ്ക്ക് എഴുതുന്ന കത്തിന്റെ ആദ്യ വരി, കണ്ടു ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകൾ ഓലമേച്ച് മറച്ച മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി. വലിയ കെട്ടിടവും മുറികളിലൊക്കെ സാധനവും വെറുമൊരു ഫാസിഖായി എനിക്ക് തന്നതിൽ ഞാൻ ഭയക്കുവതായി, ഉള്ളും കിടുകിടുക്കുവതായി. ഭാര്യയോട് പറയാണ്, ഞാൻ ഇവിടെ വന്നപ്പോ സ്വാലിഹീങ്ങളുടെ വീടുകൾ ഓലമേച്ച് മറച്ച മഞ്ഞും മഴയും ഏൽക്കുന്നവരാണ്. നമുക്ക് വലിയൊരു വീടില്ലേ, അതിൽ കുറെ സാധനങ്ങളില്ലേ, ഞാൻ പേടിക്കുന്നു. ആഖിറത്തിൽ വരുമ്പോ ഒന്നുമില്ലാതായി പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. എന്നിട്ട് ദേവോസ്താദ് ഭാര്യയോട് പറയാണ്, നീ ഭക്ഷണം കൊടുക്കുമ്പോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴായാലും നീ കഴിക്കുമ്പോഴായാലും ഒരു വറ്റുപോലും നീ കളയരുത്, ഒരു വറ്റുപോലും നീ കളയരുത്. ഞാൻ മുമ്പ് നിങ്ങളോട് ഉണർത്തിന് ബിരിയാണി എന്ന് പറഞ്ഞ സന്തോഷ് ചിക്കാനത്തിന്റെ ഒരു കഥ. അതായത് ഒരു ബംഗാളിയെ കൊണ്ട് ഒരു വലിയ സൽക്കാരം കഴിഞ്ഞിട്ട് കുഴി കുഴിപ്പിക്കാൻ. കാരണം ഈ ഭക്ഷണങ്ങൾ ബാക്കിയായപ്പോ അത് കുഴിക്കാൻ വേണ്ടിയിട്ട്, അത് കുഴിച്ചിടാൻ വേണ്ടി. അപ്പൊ അതങ്ങനെ കുറെ ഇട്ടപ്പോ കുഴി നിറഞ്ഞു. അപ്പൊ ഈ ബംഗാളിയോട് പറഞ്ഞു, ഒന്ന് അമർത്തിയാൽ കുറച്ചും കൂടി അതിലേക്ക് ഇടാം. അപ്പൊ ഈ ബംഗാളി അങ്ങനെ കരഞ്ഞത്ര. എന്താ കരയണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഒന്നുമില്ല, ആരെ കൊണ്ട് വീട്ടില് ഭാര്യയുണ്ട്, മകളും ഉണ്ട്. എന്താ മകളുടെ പേര്? ബസുമതി. എന്താ ബസുമതി? അപ്പൊ അയാൾ കാര്യം പറഞ്ഞത്രേ, ബസുമതി അരി എന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവൾക്ക് വലിയ ആഗ്രഹം, ബസുമതി അരി കൊണ്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണം. കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത് നോക്കണം. എല്ലാ സുഭിക്ഷതയുടെയും മുമ്പിൽ നിൽക്കുമ്പോ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നവരുടെ മുമ്പിൽ വരേണ്ട ചില മുഖങ്ങളെ ഉണർത്തുകയാണ്.
ഞാൻ എൻ്റെ ഭാര്യക്ക് ഗർഭിണിയായിരിക്കുമ്പോൾ ബസുമതി അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ കുറച്ച് അരി വാങ്ങിക്കൊണ്ട് വെച്ചു. ഇടക്ക് കുറച്ച് അവൾ അങ്ങനെ ഉണ്ടാക്കി കുടിക്കും. അങ്ങനെ ഞങ്ങൾക്ക് ആഗ്രഹിച്ചു കിട്ടിയ ഒരു മോളാണ്. ഞങ്ങൾ അവർക്ക് പേരിട്ടു ബസുമതി എന്ന് പേരിട്ടു. ഇപ്പൊ മോളെന്ത് ചെയ്യുന്നു? മോള് മരിച്ചുപോയി. എങ്ങനെ മരിച്ചു? പട്ടിണി കടന്ന് എൻ്റെ മകൾ മരിച്ചുപോയി എന്ന് ഇത് കുഴിച്ചിടുന്ന ഒരു ബംഗാളി കരഞ്ഞ് പറഞ്ഞ ഒരു കഥ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വറ്റുപോലും ചോറ് കളയരുതേ, വിളമ്പി നിലത്ത് പൊഴിയരുതേ, ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കനാക്കിയതാ. ചോറ് നീ കളയരുത്, ഭക്ഷണം കളയരുത്, ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കരുത് എന്ന് ഉണർത്തുകയാണ്. എൻ്റെ മുഅ്മിനീങ്ങളെ, രണ്ടാമത് ഒരു മുഅ്മിന് വേണ്ട ഗുണം അൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. അപ്പോ അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് മക്കയിൽ നിന്ന് ബഹ്റൈനിൽ നിന്ന് ഡിഗ്രി പിരിച്ച് മദീനത്തെ പള്ളിയിലെത്തി. പള്ളി മൊത്താളായി. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നബിതങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് മൽ ഫഖറു അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. ദുനിയാവിന്റെ വിശാലതയിൽ നിങ്ങൾ അങ്ങനെ രമിച്ചു പോകും എന്നത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. നിങ്ങൾ ദരിദ്രരായി, ദാരിദ്ര്യം വന്നുപോയി, അന്നം കിട്ടാത്തവരായി മരിച്ചു പോകും എന്ന് ഞാൻ പേടിക്കുന്നേ ഇല്ല. പേടിക്കുന്നതോ നിങ്ങൾ ഈ ദുനിയാവിന്റെ സുഭിക്ഷതയിൽ ലയിച്ചു പോകും എന്ന് ഞാൻ പേടിക്കുന്നു സ്വഹാബ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. പിന്നെ നാളെ റസാഖ് ദർമിയാണ്. നിങ്ങൾ അയലോക്കത്തുള്ളവരൊക്കെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാർ, നിങ്ങൾ ഈ നന്മയുടെ വാഹകരാവണം, കൂടെ നിൽക്കണം. ഈ പള്ളിയുടെ ഈ മദ്രസയുടെ പ്രവർത്തനത്തിനൊപ്പം നിൽക്കണം. ഒരാൾക്ക് മല്ലഹു മാലു ഫല്യതസദ്ദഖ് ബിമാലിഹ, സമ്പത്തുള്ളവർ സമ്പത്ത് കൊണ്ട് സംഭാവന ചെയ്യട്ടെ. വമല്ലഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹ, ശാരീരിക ക്ഷമതയുള്ളവർ അവർ അങ്ങനെ അതിനെ കൊണ്ട് സദഖ ചെയ്യട്ടെ. ആർക്കെങ്കിലും മാനസികമായി കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ അതിനും കഴിയട്ടെ. എൻ്റെ പള്ളി, എൻ്റെ മദ്രസ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് പിരിയാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം.